ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായിരിക്കുന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവീൺ പുരുഷോത്തമനുമായി പ്രവീൺ, ഇപ്പോൾ ആറന്മുള വള്ളസദ്യ സുപ്രസിദ്ധമാണ്. അവിടേക്ക് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. എന്താണ് വള്ളസദ്യയുടെ പ്രത്യേകതകൾ? ഇപ്പോൾ ഈ ചടങ്ങിൽ ആരൊക്കെ എത്തിയിരിക്കുന്നു? സ്മൃതി, ഇപ്രാവശ്യത്തെ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമാവുകയാണ്. വിശിഷ്ടാതിഥികളെല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ എത്തി. അദ്ദേഹം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര ദർശനം നടത്തി. സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എംപിയും ഇവിടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ദേവസ്വം ഭാരവാഹികൾ, പള്ളിയോട് സേവാ സംഘം ഭാരവാഹികൾ എല്ലാവരും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വിഭവങ്ങളുടെ എണ്ണം കൊണ്ടാണ് ഈ ആറന്മുള വള്ളസദ്യ ലോക പ്രശസ്തം എന്നുള്ളത്. അത് വഞ്ചിപ്പാട്ടിലൂടെ പാടി ചോദിക്കുന്നവയും ഒപ്പം തന്നെ വഴിപാട് സദ്യ, വഴിപാടായി നടത്തുന്ന വള്ളസദ്യ, അതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. 52 കരക്കാരാണ് ഈ ഒരു വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. 52 പള്ളിയോടങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകും. ഓരോ ദിവസവും വഴിപാടിനനുസരിച്ച് പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലേക്ക് പമ്പാനദിയിലൂടെ ക്ഷേത്രക്കടവിലേക്ക് എത്തും. അല്പസമയത്തിനകം ഈ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് എത്തും. അവിടെ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഈ കരക്കാർക്ക് നൽകും. അങ്ങനെ കരക്കാരെ ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകി അവരെ ക്ഷേത്ര കൊടിമുറ്റം ഭാഗത്തേക്ക് എത്തിക്കും. അവിടെയാണ് പിന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം ഈ ആറന്മുള വള്ളസദ്യ ആരംഭിക്കും. ഇന്ന് വള്ളസദ്യയിൽ നാളെ മുതലാണ് ഭക്തർക്കായിട്ടുള്ള വള്ളസദ്യ ആരംഭിക്കുക. ഇന്നിപ്പോൾ ചടങ്ങുകൾ മാത്രം നടക്കുന്നു. ഇന്ന് കരക്കാർക്കും വിശിഷ്ട വ്യക്തികൾക്കും അതിഥികൾക്കും ഒക്കെയാണ് ഈ ഒരു സദ്യ നൽകുക. പ്രധാനപ്പെട്ട വിഭവങ്ങൾ, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. 60-ലധികം വിഭവങ്ങൾ, ഒപ്പം വഞ്ചിപ്പാട്ട് പാടി ചോദിക്കുമ്പോൾ കൊടുക്കുന്ന 20-ലധികം വിഭവങ്ങൾ. അങ്ങനെ വിഭവങ്ങളുടെ എണ്ണം കൊണ്ടാണ് ആറന്മുള വള്ളസദ്യ ഏറ്റവും പ്രശസ്തമെന്നുള്ളത്. പായസങ്ങൾ തന്നെ 4-ൽ കൂടുതലുണ്ട്. അടപ്രഥമൻ, കടലപ്രഥമൻ, പഴം പായസം, പാൽപ്പായസം. തൊടുകറികളാണെങ്കിൽ അവിയൽ, കാളൻ, ഓലൻ, കൂട്ടുകറി, സാമ്പാർ, രസം, പുളിശ്ശേരി, പച്ചടി, കിച്ചടി, എരിശ്ശേരി, അച്ചാറുകളും ചമ്മന്തികളും വേറെ വിഭവങ്ങൾ. അതായത് ഒരു ഇലയിൽ തന്നെ ഇത്രയധികം വിഭവങ്ങൾ വിളമ്പിക്കൊണ്ട് ഭക്തർക്ക് അത് കഴിക്കാനുള്ള ഒരു അവസരം. അതാണ് ആറന്മുള വള്ളസദ്യ. ഉദ്ദിഷ്ട കാര്യത്തിനായിട്ടാണ്, അതായത് വഴിപാട് വള്ളസദ്യ നടത്തിയാൽ ഭക്തർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് സാഫല്യമുണ്ടാകുമെന്നാണ് ഒരു വിശ്വാസം. ഇപ്രാവശ്യം 500-ലധികം വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്തിട്ടുണ്ട്. 502 വള്ളസദ്യകളാണ് ഈ ദിവസം വരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. 540-ന് മുകളിലേക്ക് വള്ളസദ്യ പോവുകയാണെങ്കിൽ അത് റെക്കോർഡാകും. കഴിഞ്ഞ ദിവസം തന്നെ പള്ളിയോട് സേവാസംഘം ഭാരവാഹികൾ പറഞ്ഞത് ഈ വള്ളസദ്യകൾ അത് 530ഓളം പരമാവധി അനുവദിക്കും. കാരണം വലിയ തിരക്കൊക്കെ അനുഭവപ്പെടും. അപ്പോൾ 530-ൽ കൂടുതലാണെങ്കിൽ അത് നടത്തുന്നതിനുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. ഇവിടെ സദ്യാലയങ്ങളും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് തന്നെ 10 സദ്യാലയങ്ങളുണ്ട്. ഒപ്പം ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് 8ഓളം സദ്യാലയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 18ഓളം കേന്ദ്രങ്ങളിലായിട്ട് സദ്യാലയങ്ങളായിട്ടാണ് ഈ വള്ളസദ്യ നടത്തുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോഴും വലിയ ക്യൂ തന്നെയാണ് ദർശനത്തിന് അനുഭവപ്പെടുന്നത്. അല്പസമയത്തിനകം ഈ വള്ളസദ്യ തുടരാനിരിക്കുന്നത്. ആറന്മുള വള്ളസദ്യയ്ക്ക് ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു ദേവസ്വം മന്ത്രി കെ മുരളീധരൻ.